+1 കെമിസ്ട്രി പരീക്ഷയാണ് വരുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെടുത്തി നമ്മളൊരു റിവിഷൻ ക്ലാസ് എന്ന രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മൊത്തത്തിൽ 2 ടെക്സ്റ്റുകളിലായിട്ട് 7 ചാപ്റ്റർ വീതം, മൊത്തം 14 ചാപ്റ്റർ, 60 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് അതിൽ നിന്ന് ചോദിക്കുന്നത്. മൊത്തം 75 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണും. ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻസും കൂടെ ചേർത്ത് നമ്മൾ ഓപ്ഷൻസ് മാറ്റി നിർത്തിയാൽ നമുക്ക് എഴുതേണ്ടത് 60 മാർക്കിൻ്റെ പരീക്ഷയാണ്. അപ്പോൾ ഈ പരീക്ഷയിൽ ഇപ്പോൾ നിങ്ങൾ ഒരുവിധമൊക്കെ എല്ലാം പഠിച്ചു വെച്ചിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ഈ പരീക്ഷയുമായി ബന്ധപ്പെടുത്തി ഓരോ ചാപ്റ്ററും, ഇപ്പോൾ ഇവിടെ നമ്മൾ ക്ലാസ് ചെയ്യുമ്പോൾ ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ടാണ് പറയുന്നത്. ഓരോ ചാപ്റ്ററുകളിലും ഏതെല്ലാം ഫോക്കസ് ചെയ്യണം, ഏതെല്ലാം ഓർത്തിരിക്കണം, എവിടെ നിന്നെല്ലാം പ്രോബ്ലം ചോദിക്കാം, എത്ര മാർക്കിൻ്റെ പ്രോബ്ലംസാണ് ഓരോ ഏരിയയും ചോദിക്കുന്നത്, അതൊക്കെ നമുക്കൊന്ന് പറഞ്ഞു പോകാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ തുടങ്ങുകയാണ്. ഫസ്റ്റ് ചാപ്റ്റർ സം ബേസിക് കോൺസെപ്റ്റ്സ് ഇൻ കെമിസ്ട്രി എന്നാണ്. പൊതുവിൽ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്നത് 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്നത്. അതിൽ 2 രീതിയിലാണ് ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ. ഒന്നുകിൽ 1 മാർക്കിന് ഒരു ചോദ്യവും 3 മാർക്കിന് ഒരു പ്രോബ്ലം സെക്ഷനായിരിക്കും ചോദിക്കുന്നത്. അതല്ലെങ്കിൽ 2 മാർക്കിനൊരു തിയറി പാർട്ടും 2 മാർക്കിനൊരു ചോദ്യമായിരിക്കും, 2 മാർക്കിനൊരു പ്രോബ്ലം ആയിരിക്കും ചോദിക്കുന്നത്. ഇതിൽ നമുക്ക് ഓരോ ടോപ്പിക്കായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ ഒരുവിധമൊക്കെ വായിച്ചിട്ടുണ്ടാകാം, ഞാനൊന്നുകൂടെ ഓർമ്മപ്പെടുത്തുന്നതേ ഉള്ളൂ. അപ്പോൾ ടോപ്പിക്കായിട്ട് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ടോപ്പിക്ക് ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷനാണ്. ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ കെമിസ്ട്രിയുടെ ആദ്യ കാലഘട്ടത്തിലുണ്ടായ ചില കെമിക്കൽ കോമ്പിനേഷനെ പറ്റിയുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു കൂട്ടം നിയമങ്ങളെ വിളിക്കുന്ന പേരാണ് ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷനാണ്. പൊതുവിൽ അതിൽ നിന്ന് സ്റ്റേറ്റ്മെൻറ്റ് ചോദിക്കാം വിത്ത് ഇല്ലസ്ട്രേഷൻ. ഇതാണ് ക്വസ്റ്റ്യൻ്റെ ഒരു പാറ്റേൺ. പ്രോബ്ലം ഇതുവരെയും ചോദിച്ചിട്ടില്ല. അപ്പോൾ നമുക്കതിനകത്ത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കാം. ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷനകത്ത് ആദ്യത്തത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ആണ്. അത് ലാവോയ്സിയറാണ് പ്രപ്പോസ് ചെയ്യുന്നറിയാം. മാസിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. മാസ് ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ്ഡ് ഡ്യൂറിങ് എനി പ്രോസസ്, ബട്ട് ഇറ്റ് ക്യാൻ കൺവേർട്ട് ഫ്രം വൺ ഫോം ടു അനദർ. ഓക്കെ, നമ്മൾ ഏതൊരു കെമിക്കൽ ഇക്വേഷനും, നമ്മളെല്ലാ കെമിക്കൽ ഇക്വേഷനും ബാലൻസ്ഡ് രൂപത്തിലാണ് ഉപയോഗിക്കാറ്. അപ്പോൾ ഒരു കെമിക്കൽ ഇക്വേഷൻ ബാലൻസ് ചെയ്യാനുള്ള ആവശ്യകത എന്താണെന്ന് ചോദിച്ചാൽ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ഒബേ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ കെമിക്കൽ ഇക്വേഷനെ ബാലൻസ് ചെയ്യുന്നത്. ചെറിയ ക്ലാസ് മുതൽ നമ്മൾ ബാലൻസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ആ ബാലൻസിങ്ങിൻ്റെ പിറകിലുള്ള കൺസെപ്റ്റ് എന്ന് പറയുന്നത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ഒബേ ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഒരു റിയാക്ഷനിൽ പങ്കെടുക്കുന്ന റിയാക്റ്റൻറ്റിൻ്റെ മാസും പ്രോഡക്റ്റിൻ്റെ മാസും തുല്യമായിരിക്കണം. ഓക്കെ, രണ്ടാമത് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രപ്പോർഷൻ. അപ്പോൾ ഞാൻ വളരെ ചുരുക്കി ഷോർട്ടായിട്ടാണ് പറഞ്ഞു പോകുന്നത്, അപ്പോൾ അത് ശ്രദ്ധിച്ചോളുക. ലോ ഓഫ് ഡെഫിനിറ്റ് പ്രപ്പോർഷൻ അല്ലേ, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയയാണ്, ചോദിച്ചിട്ടുണ്ട്. ഇത് ജോസഫ് പ്രോസ്റ്റാണ് പ്രപ്പോസ് ചെയ്തേക്കുന്നത്. ഇത് ആർക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് ചോദിച്ചാൽ, ഒരു കെമിക്കൽ കോമ്പൗണ്ട് പ്യുവർ ആണെങ്കിൽ മാത്രമേ നമുക്ക് എക്സ്ട്രീംലി പ്യുവർ കെമിക്കൽ കോമ്പൗണ്ടുകളെ പറ്റി സംസാരിക്കാനാണ് ലോ ഓഫ് ഡെഫിനിറ്റ് അഥവാ ഫിക്സ്ഡ് പ്രപ്പോർഷൻ യൂസ് ചെയ്യുന്നത്. ഇതും മാസിനെ ബേസ് ചെയ്ത് തന്നെയാണ് ഈ ലോയും പ്രപ്പോസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇല്ലസ്ട്രേഷൻ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇല്ലസ്ട്രേഷൻ ചോദിക്കുമ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് എഴുതാൻ പറ്റുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് വാട്ടറിനെ പറ്റി സംസാരിക്കാം. വാട്ടർ എന്ന് പറയുമ്പോൾ വാട്ടറിന് ഒരുപാട് സോഴ്സ് ഭൂമിയിലുണ്ട്. ഒരുപാട് സോഴ്സ്, സീ വാട്ടറുണ്ട്, റിവർ വാട്ടറുണ്ട്, റെയിൻ വാട്ടറുണ്ട്, വെൽ വാട്ടറുണ്ട്, ബോർ വാട്ടറുണ്ട്, ഇങ്ങനെ ഒരുപാട് സോഴ്സ് ഉണ്ട്. എല്ലാ സോഴ്സിൽ നിന്നും കിട്ടുന്ന വാട്ടർ പ്യുവർ ആകണമെന്ന് നിർബന്ധമില്ല. പക്ഷേ നിങ്ങൾ ഏത് സോഴ്സ് ആയിക്കോട്ടെ, നിങ്ങൾ ആ വാട്ടറിനെ പ്യൂരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്യുവർ വാട്ടർ ഒബ്റ്റെയിൻ ചെയ്യും. അപ്പോൾ ഏത് സോഴ്സ് ആയാലും വാട്ടർ പ്യുവർ ആണെങ്കിൽ അതിലിരിക്കുന്ന എലമെൻറ്റ്സ് സെയിം ആയിരിക്കും. ഏതൊക്കെ എലമെൻറ്റ്സ്? ഹൈഡ്രജനും ഓക്സിജനും ആയിരിക്കും അതിലിരിക്കുന്ന എലമെൻറ്റ്സ്. കൂടാതെ അത് കമ്പൈൻ ചെയ്ത് കിട്ടുന്നത് വാട്ടറിൻ്റെ ഫോർമുല നിങ്ങൾക്കറിയാം, H2 എന്നാണ് അല്ലേ. ഇതിൻ്റെ മാസ് എന്ന് പറയുന്നത് ഹൈഡ്രജൻ 2 ഗ്രാമും ഓക്സിജൻ്റെ അത് 1:2 2 ഗ്രാമായിട്ട് വരുന്നു. ഓക്സിജൻ 16 16 ഗ്രാം എടുക്കാം. അപ്പോൾ ഈ മാസിൻ്റെ റേഷ്യോ എനിക്ക് വേണമെങ്കിൽ 2:16, അതായത് 1:8 എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ പ്യുവർ കെമിക്കൽ കോമ്പൗണ്ട് ആണെങ്കിൽ അതിൽ കാണപ്പെടുന്ന എലമെൻറ്റ്സ് എന്ന് പറയുന്നത് എപ്പോഴും സെയിം ആയിരിക്കും. അവരുടെ മാസിൻ്റെ റേഷ്യോ എപ്പോഴും ഫിക്സ്ഡ് ആയിരിക്കും. അപ്പോൾ ലോ എന്താ? for pure chemical compound always contain same elements and they are combined together in a fixed proportion by mass ൻ്റെ ഒരു ഫിക്സ്ഡ് പ്രപ്പോർഷനെ കമ്പൈൻ ചെയ്യും. അപ്പോൾ ആ ലോ നന്നായിട്ട് നോക്കിക്കൊള്ളുക. ഇനി വരുന്നതാണ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ. നിങ്ങൾക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ ഷോർട്ടാക്കി എഴുതുന്നത്. ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ ഏറ്റവും കൂടുതൽ തവണ ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ ചോദിച്ചിട്ടുള്ള ലോയാണ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ. ഓക്കെ, ഇത് ഡാൾട്ടൺ ആണ് പ്രപ്പോസ് ചെയ്തേക്കുന്നത്. ഇത് മാസിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ഇവിടെ 2 എലമെൻറ്റുകൾ, ഇപ്പോൾ ഇവിടെ നോക്കേ,
രണ്ട് എലമെൻറ്റുകൾ ചേർന്ന് ഒരു കോമ്പൗണ്ട് ഫോം ചെയ്യുന്നു, ആ കോമ്പൗണ്ട് പ്യുവർ ആണെന്നുള്ളതാണ് ഈ സംസാരിക്കുന്നത്. എന്നാൽ ഇവിടെ അങ്ങനെയല്ല, രണ്ട് എലമെൻറ്റുകൾ കമ്പൈൻ ചെയ്താൽ ഒരു കോമ്പൗണ്ട് അല്ല, ഒന്നിൽ കൂടുതൽ കോമ്പൗണ്ടുകൾ ഫോം ചെയ്യാം. അതായത് ഇപ്പം ഹൈഡ്രജനും ഓക്സിജനും കൂടെ കമ്പൈൻ ചെയ്താൽ നിങ്ങൾക്കറിയാം രണ്ട് കോമ്പൗണ്ട്, ഒന്ന് H2O വരും വാട്ടർ, മറ്റൊന്ന് എന്താ ഹൈഡ്രജൻ പെറോക്സൈഡ് അല്ലേ. ഇനി ഒന്നുകിൽ ഇതായിരിക്കും എക്സാം ചോദിക്കുന്നത്, ഇങ്ങനെ തന്നിട്ട് പറയും ഇതിന് പിറകുള്ള നിയമം ഏതാ. അപ്പോൾ ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഇല്ലസ്ട്രേഷൻ. ഓക്കെ, അതേപോലെ ചോദിക്കാൻ സാധ്യത കാർബണും ഓക്സിജനും തമ്മിൽ ചോദിക്കാം. അപ്പോൾ നമുക്കറിയാം രണ്ട് കോമ്പൗണ്ട് കാർബൺ മോണോക്സൈഡ് ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്. അതല്ലെങ്കിൽ ചോദിക്കുന്നത് നൈട്രജനും ഓക്സിജനും തമ്മിൽ കമ്പൈൻ ചെയ്ത് പറയാറുണ്ട്. അപ്പോൾ ഏതൊക്കെ വരാം, NOയും വരാം, NO2ഉം വരാം. ഓക്കെ, അതല്ലെങ്കിൽ നാലാമതായിട്ട് ചോദിക്കാം സൾഫറും ഓക്സിജനും ചേർത്ത് ചോദിക്കാം, SO2 വരാം, SO3 വരാം. ഇത്രയുമാണ് ഇതിന് ചോദിക്കുന്ന എക്സാമ്പിളുകൾ. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു എക്സാമ്പിൾ ചോദിച്ചിട്ട് ഇതിലേത് ലോ ആണെന്ന് ചോദിച്ചാൽ ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ തന്നെയാണ്. അപ്പോൾ ഇവിടെ എന്തോ പ്രത്യേകത, വെൻ ടു എലമെൻറ്റ്സ് കമ്പൈൻഡ് ടു ഫോം മോർ ദാൻ വൺ കോമ്പൗണ്ട്. എല്ലായിടത്തും അത് തന്നെ, വെൻ ടു എലമെൻറ്റ്സ് കമ്പൈൻഡ് ടു ഫോം മോർ ദാൻ വൺ കോമ്പൗണ്ട്. പിന്നെ എന്താ പ്രത്യേകത എന്ന് ചോദിച്ചാൽ ഈ ഇരിക്കുന്ന ആൾക്കാരുടെ ഈ കിട്ടിയ കോമ്പൗണ്ടുകളുടെ മാസിനൊരു പ്രത്യേകതയുണ്ട്. ഇവിടെ ഇപ്പം ഹൈഡ്രജൻ്റെ മാസ് നിങ്ങൾക്കറിയാം 2 × 1 2 എടുക്കാം, ഈസ് ടു ഓക്സിജൻ 16 എടുക്കാം. ഇവിടെയും ഹൈഡ്രജൻ്റെത് 2 ഓക്സിജൻ 2 എണ്ണമുണ്ട്, 32 ആവും ഇല്ലേ. അപ്പോൾ ഈ മാസിൻ്റെ പ്രത്യേകം എന്തുവാ, ഈ രണ്ട് കോമ്പൗണ്ടിലും ഇരിക്കുന്ന ഒരു എലമെൻ്റ് മാസ് ഫിക്സ്ഡും മറ്റേയാളുടേത് വ്യത്യാസമുണ്ട്. ആ വ്യത്യാസമുള്ള മാസിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 1:2 എന്ന് പറയുന്ന ഒരു സിമ്പിൾ ഹോൾ നമ്പറിലേക്ക് മാറും. ഓക്കെ, അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് ചോദിച്ചാൽ വെൻ ടു എലമെൻറ്റ്സ് കമ്പൈൻഡ് ടു ഫോം മോർ ദാൻ വൺ കോമ്പൗണ്ട് അങ്ങനെയാണെങ്കിൽ ദെൻ മാസസ് ഓഫ് വൺ ഓഫ് ദി എലമെൻറ്റ്, അത് ഡിഫറൻറ്റ് മാസുകളാണ് പറ്റി സംസാരിക്കുന്നത്. മാസസ് ഓഫ് വൺ ഓഫ് ദി എലമെൻറ്റ് കമ്പൈൻ വിത്ത് എ ഫിക്സ്ഡ് മാസ് ഓഫ് അതർ എലമെൻറ്റ് ഇൻ എ സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ. ഇവിടെ അതുപോലെ തന്നെ ഇവിടെയും കാർബൺ നോക്കേ, കാർബൺ എനിക്ക് 12 ഗ്രാം എടുക്കാം, ഓക്സിജൻ 16 എടുക്കാം, കാർബൺ 12 എടുക്കാം, ഓക്സിജൻ 32 എടുക്കാം. ഇതിൻ്റെ റേഷ്യോ എത്ര, 1:2 ഫിക്സ് കമ്പൈൻ ചെയ്തിരിക്കുന്ന കേട്ടോ, 12 ഗ്രാം ഫിക്സ്ഡ് മാസുള്ള കാർബൺ കേട്ടോ. അതുകൊണ്ടാണ് ഡിഫറൻറ്റ് കോമ്പൗണ്ട് ആയത്. അപ്പോൾ ഡിഫറൻറ്റ് കോമ്പൗണ്ട് വരാൻ കാരണം ഡിഫറൻറ്റ് റേഷ്യോയിൽ കമ്പൈൻ ചെയ്യുന്നത് കൊണ്ട് ഡിഫറൻറ്റ് കോമ്പൗണ്ട് ഫോം ചെയ്യുന്നു. ഇവിടെ എടുക്കാം നൈട്രജൻ 14 എടുക്കാം, ഓക്സിജൻ 16. ഇവിടെയോ നൈട്രജൻ 14 എടുക്കാം, ഓക്സിജൻ 32 വരും. അപ്പോൾ ഇതിൻ്റെ റേഷ്യോ എത്രയാണ്, 1:2 വരും. അതുപോലെ SO2ഉം SO3യും പറഞ്ഞാൽ സൾഫർ 32 രണ്ടിടത്തും 32 ഓക്സിജൻ ഇവിടെ 2 × 16 എടുക്കാം, ഇവിടെ 3 × 16 എടുക്കാം. അങ്ങനെയാണെങ്കിലും നമുക്ക് കിട്ടുന്നത് സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ 2:3 മാറ്റാൻ പറ്റും. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഏരിയ ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ ആൻഡ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. ഈ 4 എക്സാമ്പിളുകളായിരിക്കും ചോദിക്കാൻ സാധ്യത. ഇതിനകത്തുള്ള ഇപ്പം ഈ 4 എക്സാമ്പിൾ ചേർത്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമുക്ക് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ പറയാൻ പറ്റും. ഓക്കെ, ദെൻ അടുത്തത് ലോ ഓഫ് ഗെയ്-ലുസാക്സ് ലോ ഓഫ് ഗേഷ്യസ് വോളിയം. അപ്പോൾ ഇനി മൂന്നാമത്തെ ആദ്യത്തെ ഫസ്റ്റ് ലോ കൺസർവേഷൻ ഓഫ് മാസ്, ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ, ലോ ഓഫ് മൾട്ടിപ്പിൾ. നെക്സ്റ്റ് വൺ ഗെയ്-ലുസാക്സ് ലോ ഓഫ് ഗേഷ്യസ് വോളിയം. അപ്പോൾ ആദ്യം പറഞ്ഞ 3 ലോയും മാസിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ആ 3 ലോയും എക്സ്പ്ലെയിൻ ചെയ്യാൻ ഡാൾട്ടൻ്റെ അറ്റോമിക് തിയറി കൊണ്ട് കഴിയും. അപ്പോൾ ഇനി പറയുന്നത് വോളിയത്തെ ബേസ് ചെയ്താണ്. അപ്പോൾ ഗെയ്-ലുസാക്സ് ലോ ഓഫ് ഗേഷ്യസ് വോളിയം അവിടെ സംസാരിക്കുന്നത് റിയാക്റ്റൻറ്റും പ്രോഡക്റ്റും ഗേഷ്യസ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ വോളിയത്തിന് എന്ത് പ്രത്യേകത എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ എക്സാമ്പിളായിട്ട് നമുക്ക് വേണമെങ്കിൽ അവിടെ എടുക്കാൻ പറ്റുന്നത് എനിക്ക് H2 എടുക്കാം, H2 ഗേഷ്യസ് സ്റ്റേറ്റ് ആണ്. അതുപോലെ Cl2 എടുക്കാം, ഗേഷ്യസ് സ്റ്റേറ്റ് ആണ്. കമ്പൈൻ ചെയ്ത് കിട്ടുന്നത് 2HCl ആണ്. അപ്പോൾ ഇതിന് ഇവിടുത്തെ ഈ ലോ പറയണമെങ്കിൽ റിയാക്റ്റൻറ്റും പ്രോഡക്റ്റും ഗേഷ്യസ് ആയിരിക്കണം. കൂടാതെയോ ഇതിൻ്റെ വോളിയത്തിൻ്റെ പ്രത്യേകത എന്താ, അപ്പോൾ വോളിയം എവിടെ ഇരിക്കുന്നത്, വോളിയം ഇരിക്കുന്നത് ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ്. അപ്പോൾ ഇവിടെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് നമുക്ക് വോളിയമായിട്ട് പരിഗണിച്ചാൽ ഇത് 1:2 ഹൈഡ്രജൻ്റെത്, ക്ലോറിൻ്റെത് 1:2, ഇതിൻ്റെത് 2. അപ്പോൾ ഇതൊരു സിമ്പിൾ ഹോൾ നമ്പർ ആണല്ലോ. അപ്പോൾ ലോ എന്തോ പറയുന്നത് ചോദിച്ചാൽ ഗേഷ്യസ് ആയതുകൊണ്ട് നമ്മൾ ടെമ്പറേച്ചറും പ്രഷറും ഒക്കെ മെൻഷൻ ചെയ്താൽ പറയാറ്. ഓക്കെ, അപ്പോൾ അണ്ടർ സിമിലർ കണ്ടീഷൻസ് ഓഫ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. അപ്പോൾ നമുക്കറിയാം ഒരു ഗേഷ്യസ് സ്റ്റേറ്റ് ആകുമ്പോൾ പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ ഒക്കെ ഡിപ്പെൻഡൻറ്റ് ഫാക്ടേഴ്സാണ്. അപ്പോൾ നമ്മളിവിടെ സംസാരിക്കുന്ന വോളിയത്തെ പറ്റി ആയതുകൊണ്ട് ബാക്കി രണ്ടുപേരെയും നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ട് നിലനിർത്തിയാണ് പറയാറ്. അപ്പോൾ അണ്ടർ സിമിലർ കണ്ടീഷൻസ് ഓഫ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ വെൻ എവർ ഗ്യാസസ് റിയാക്ട് ടുഗദർ, എപ്പോഴെങ്കിലും ഗ്യാസുകൾ റിയാക്ട് ചെയ്താൽ ദ റിയാക്റ്റൻ്റ് ഗ്യാസ് ആസ് വെൽ ആസ് പ്രോഡക്റ്റ് ഗ്യാസ്, ദ വോളിയം ഓഫ് റിയാക്റ്റൻ്റ് ഗ്യാസ് ആസ് വെൽ ആസ് പ്രോഡക്റ്റ് ഗ്യാസ് ബെയർ എ സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ. ഓക്കെ, ഇത് ഒരു തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അതായത് അമോണിയയുടെ ഫോർമേഷനെ ബേസ് ചെയ്ത് അമോണിയയുടെ ഫോർമേഷൻ നൈട്രജനും ഹൈഡ്രജനും
ചേർന്ന് അമോണിയ ഫോം ചെയ്യുന്നു. നിങ്ങൾക്കറിയാം അതിൻ്റെ ഫോർമുല N2+3H to give 2NH3. ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു 1:3:2 എന്ന രീതിയിലാണ് അമോണിയയുടെ കോമ്പിനേഷൻ ഉണ്ടായത്. അങ്ങനെയാണെങ്കിൽ ഇതിന് പിറകിലുള്ള ലോ ഏതാണ്? അപ്പോൾ അമോണിയയുടെ കോമ്പിനേഷനിൽ പങ്കെടുക്കുന്ന നൈട്രജനും ഹൈഡ്രജനും ഗേഷ്യസാ, അമോണിയം ഗേഷ്യസാ. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഗേ-ലൂസാക്സ് ലോ ഓഫ് ഗേഷ്യസ് വോളിയം എന്ന് പറയാം. ദെൻ നെക്സ്റ്റ് വൺ ഈസ് അവഗാഡ്രോസ് ലോ. അവഗാഡ്രോസ് ലോയ്ക്കകത്തേക്ക് വരുമ്പം പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. അവഗാഡ്രോസ് ലോയ്ക്കകത്തേക്ക് വരുമ്പോൾ അത് വോളിയത്തെ ബേസ് ചെയ്താൽ പറയണം. അപ്പോൾ അവിടെയും വോളിയം ബേസ് ചെയ്യുന്നത് കൊണ്ട് പ്രഷറും ടെമ്പറേച്ചർ എന്താ കോൺസ്റ്റായിട്ട് നിലനിർത്തി പറയണമെന്നേ ഉള്ളൂ. അപ്പോൾ അവിടെ പറയുന്ന കാര്യങ്ങൾ നോക്കിക്കൊള്ളുക. ഇപ്പോൾ എൻ്റെ കയ്യിൽ നൈട്രജൻ ഗ്യാസ് ഇരിപ്പുണ്ട്, അതുപോലെ എൻ്റെ കയ്യിൽ ഓക്സിജൻ ഗ്യാസ് ഇരിപ്പുണ്ട്, അതുപോലെ എൻ്റെ കയ്യിൽ CO2 ഗ്യാസ്, ഇങ്ങനെ പലതരം ഗേഷ്യസ് സബ്സ്റ്റൻസുകൾ ഇരിപ്പുണ്ട്. പല നേച്ചറുള്ള ആൾക്കാരാണല്ലോ. പക്ഷേ ഇവിടെ നോക്കുക, ഈ നൈട്രജൻ്റെ മോളാർ വോളിയം എന്ന് പറഞ്ഞാൽ എന്തുവാ? വോളിയം ഓഫ് 1 mole ഓഫ് എ ഗ്യാസ് എന്ന മോളാർ വോളിയം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. 22.4 ലിറ്റർ. ഇവിടെയും എനിക്ക് പറയാം 22.4 ലിറ്റർ. ഇവിടെ എത്ര പറയാം? 22.4 ലിറ്റർ. അപ്പോൾ മോളാർ വോളിയത്തിൽ വ്യത്യാസമില്ല. അപ്പോൾ ഗ്യാസ് എന്ത് തന്നെ ആയിക്കോട്ടെ, മോളാർ വോളിയം നോക്കേ, ഇവിടെ എല്ലാം വോളിയം സെയിം അല്ലയോ? അപ്പോൾ തീർച്ചയായിട്ടും ഈ 22.4 ലിറ്റർ എന്ന് പറഞ്ഞാൽ ഒരു മോളിനിരിക്കാൻ ആവശ്യമായ വോളിയം അല്ലയോ? അപ്പോൾ ഇവിടെ ഇരിക്കുന്ന മോൾസിൻ്റെ എണ്ണം സെയിം അല്ലയോ? 1 മോൾ. കൂടാതെയോ ഒരു മോളിനകത്തിരിക്കുന്ന പാർട്ടിക്കിളിൻ്റെ എണ്ണം, മോളിക്യൂളിൻ്റെ എണ്ണം 6.0 10⁻23 നമ്പർ ഓഫ് എന്തെന്ന് പറയാം? മോളിക്യൂൾ എന്ന് പറയാം. ഇതെല്ലാണോ സെയിം അല്ലേ? അപ്പോൾ ലോ എന്ത് പറയുന്നത്? ഈക്വൽ വോളിയം ഓഫ് എനി ഗ്യാസസ് കണ്ടെയ്ൻ സെയിം നമ്പർ ഓഫ് മോളിക്യൂൾ അഥവാ മോൾ എന്നെഴുതിയാൽ ലോ ആയി. ഓക്കെ, ഇത്രയാണ് ലാസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷനകത്തുള്ളത്. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ലാ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ, ലാ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ ആൻഡ് എക്സാമ്പിളെല്ലാം നോക്കിക്കോളുക. ഓക്കെ നെക്സ്റ്റ് ടോപ്പിക്. അപ്പോൾ ഫസ്റ്റ് ടോപ്പിക് ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ. 5 ലോസ് നോക്കിക്കോണം, 2 ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, എക്സാമ്പിൾ ഉൾപ്പെടെ. പ്രോബ്ലം ചോദിക്കത്തില്ല, ബാക്കി അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും ഇല്ലസ്ട്രേഷനും പഠിച്ചുകൊണ്ട് പോകണം. ദെൻ അടുത്ത ടോപ്പിക്ക് 1 AMU. ചുരുക്കി പറയാണ് 1 AMU നോക്കാൻ ടോപ്പിക്കുകൾ. അപ്പോൾ 1 AMU എന്താണെന്ന് ചോദിക്കാറുണ്ട്. 1 AMU നമുക്കറിയാം, അറ്റോമിക് മാസും മോളിക്കുലാർ മാസും മോൾ കൺസെപ്റ്റും ഒക്കെ നമ്മൾ കണ്ടെത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന റഫറൻസ് എന്ന് പറയുന്നത് 1 AMU ആണ്. 1 AMU എന്ന് പറഞ്ഞാൽ 1/12 മാസ് ഓഫ് 1 കാർബൺ 12 ഐസോട്ടോപ്പ്. എന്തുകൊണ്ട് കാർബൺ 12 ഐസോട്ടോപ്പ് എന്ന് എടുത്ത് പറയേണ്ടി വന്നേ? കാർബൺ വേറെ ഐസോട്ടോപ്പ് ഉണ്ട്, കാർബൺ 13 കാർബൺ 14 ഉണ്ട്. അതുകൊണ്ടാണ്. അപ്പോൾ കാർബൺ 12 ഐസോട്ടോപ്പ് എന്ന് എടുത്താൽ മതി. ഓക്കെ, ഇനി നമ്മൾ പോകുന്നത് മോൾ കൺസെപ്റ്റ്. അവിടെ നിങ്ങൾ നോക്കണം, മോൾ കൺസെപ്റ്റിൽ നിന്ന് 2 മാർക്കിന് ചോദിക്കും. ഒപ്പം അതിൻ്റെ പ്രോബ്ലംസും കൂടി ചെയ്യാൻ അറിഞ്ഞിരിക്കണം. ഓക്കെ, മോൾ കൺസെപ്റ്റിലേക്ക് പോകാം. എന്താണ് ഈ മോൾ കൺസെപ്റ്റ്? നമ്മൾ കടകളിലൊക്കെ പോയി സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ ഡസനെ പറ്റി പറയാറുണ്ട് അല്ലേ? ഇപ്പോൾ 1 ഡസൻ സോപ്പ് വാങ്ങിക്കാറുണ്ട്, 1 ഡസൻ വളം വാങ്ങിക്കാറുണ്ട്. അതുപോലെ ഡസൻ എന്ന് പറയുന്ന കൗണ്ടിങ് യൂണിറ്റാണ്. അതുപോലെ കെമിസ്ട്രിയിൽ ഉപയോഗിക്കുന്ന ഒരു കൗണ്ടിങ് യൂണിറ്റാണ് മോൾ എന്ന് പറയുന്നത്. മോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? മോൾ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായി നമുക്ക് പറയാം, ഇറ്റ് ഈസ് ദ കളക്ഷൻ ഓഫ് 6.02 × 10⁻23 നമ്പർ ഓഫ് ആറ്റംസ് എന്ന് പറയാം, മോളിക്യൂൾ എന്ന് പറയാം, പാർട്ടിക്കിൾ എന്ന് പറയാം, അയോൺസ് എന്ന് പറയാം, എനിത്തിങ്. ഇത്രയും ആൾക്കാർ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കതിനെ എന്തെന്ന് വിളിച്ചോളുക? ദാറ്റ് വിൽ ബി ഈക്വൽ ടു 1 മോൾ എന്ന് വിളിക്കാം. അപ്പോൾ 1 മോൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ കളക്ഷൻ ഓഫ് 6.0 × 10⁻23 നമ്പർ ഓഫ് ആറ്റംസ് ഓർ മോളിക്യൂൾസ് ഓർ അയോൺസ് എന്നാണ്. ഓക്കെ, ഇനി ഈ നമ്പർ എവിടെ നിന്ന് കിട്ടിയതാ? ഇതാരെങ്കിലും കൊണ്ടു തന്നെയാണോ? അല്ല, അങ്ങനെയൊന്നുമല്ല. ഈ നമ്പർ എവിടെ നിന്ന് കിട്ടിയെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് പാർട്ടിക്കിൾ. ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് പാർട്ടിക്കിൾ എക്സാക്ട്ലി പ്രസൻറ്റ് ഇൻ. ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് പാർട്ടിക്കിൾ എക്സാക്ട്ലി പ്രസൻറ്റ് ഇൻ 12 ഗ്രാം 1 AMU എന്ന് ചുരുക്കി പറയാം. ഓക്കെ, 1 AMUയിൽ കാണപ്പെടുന്ന പാർട്ടിക്കിളിൻ്റെ എണ്ണമാണ് നമ്മൾ അവഗാഡ്രോ നമ്പറായിട്ട് പരിഗണിക്കുന്നത്. സോ ദാറ്റ് വിൽ ബി ടേക്കൺ ആസ് 1 മോൾ. സോ ദിസ് നമ്പർ ഈസ് കാൾഡ് അവഗാഡ്രോ നമ്പർ. N എന്നോ അല്ലെങ്കിൽ NA എന്നോ ഒക്കെ സൂചിപ്പിക്കാറുണ്ട് അവഗാഡ്രോ നമ്പറിന്. ഓക്കെ, ഡെഫിനിഷൻ ചോദിച്ചാൽ 2 പോയിൻറ്റ്. കളക്ഷൻ ഓഫ് 6.0 × 10⁻23 നമ്പർ ഓഫ് പാർട്ടിക്കിൾ എന്ന് എഴുതാം. ആൻഡ് ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് പാർട്ടിക്കിൾ എക്സാക്ട്ലി പ്രസൻറ്റ് ഇൻ എവിടെയാണ്? 1 AMU എന്ന് എഴുതിയാൽ മാർക്ക് കിട്ടും. ഓക്കെ, ഇനി ഇതിൻ്റെ പ്രോബ്ലം. മോൾ കൺസെപ്റ്റ് പ്രോബ്ലം ചെയ്യുമ്പോൾ എളുപ്പമാണ്. തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആറ്റമാണോ മോളിക്യൂളാണോ നോക്കണം. ഇപ്പോൾ ഓക്സിജൻ ആറ്റം ബേസ് ചെയ്ത് പറയാം, ഓക്സിജൻ ആറ്റം എന്ന് പറയാം. അപ്പോൾ ആറ്റം ആണെങ്കിൽ ഏത് മാസ് ഉപയോഗിക്കണം? അറ്റോമിക് മാസ് ഉപയോഗിക്കണം. ആറ്റമാണെങ്കിൽ ഏതാ? അറ്റോമിക് മാസ്. ആറ്റോമിക് മാസ് ഗ്രാമിൽ പറയാം. ഓക്സിജൻ ആറ്റത്തിൻ്റെ മാസ് നിങ്ങൾക്കറിയാം, മാസ് ഓഫ് ഓക്സിജൻ ആറ്റം 16 ആണല്ലോ. അപ്പോൾ 16U ആണ് അറ്റോമിക് മാസ് ഓഫ് ഓക്സിജൻ. അതിനെ ഗ്രാമിൽ പറയുമ്പോൾ ഗ്രാം അറ്റോമിക് മാസ്സായി. അപ്പോൾ എനിക്ക് അതിന് എന്തെഴുതാം? 16 ഗ്രാം ഓക്സിജൻ ആറ്റം എന്നെഴുതാം. ഏതെങ്കിലും ഒരു ആറ്റത്തിൻ്റെ അറ്റോമിക് മാസ്, ഏത് ആറ്റം ആയിക്കോട്ടെ, ഏതെങ്കിലും ഒരു ആറ്റത്തിൻ്റെ അറ്റോമിക് മാസ് ഗ്രാമിൽ പറഞ്ഞാൽ ദാറ്റ് വിൽ ബി ഈക്വൽ ടു 1 മോൾ.
ദാറ്റ് വിൽ ബി ഈക്വൽ ടു 6.02 ഇൻറ്റു 10⁻23 നമ്പർ ഓഫ് ശ്രദ്ധിക്കണം ആറ്റംസ്, കാരണം ഞാൻ എടുത്ത ഏതാ അറ്റോമിക് മാസ്, അതുകൊണ്ട് ദാറ്റ് വിൽ ബി ഈക്വൽ ടു 22.4 ലിറ്റർ. ഇതാണ് ഇതിൻ്റെ കൺസെപ്റ്റ്. പ്രോബ്ലം ചോദിക്കുമ്പോൾ 4 റിലേഷൻസ് ഉണ്ട്, ഏതെങ്കിലും രണ്ടെണ്ണം നമ്മൾ ഇക്വേറ്റ് ചെയ്യുന്ന പ്രോബ്ലം ആയിരിക്കും ചോദിക്കുന്ന 2 മാർക്ക് പ്രോബ്ലം. ഇനി മോളിക്യൂളിനെ ബേസ് ചെയ്ത് പറയാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ H2O മോളിക്യൂൾ എടുക്കുക. അപ്പോൾ തന്നിരിക്കുന്ന മോളിക്യൂൾ ആണെങ്കിൽ നിങ്ങൾ സ്വാഭാവികമായിട്ടും എന്തേ കണ്ടെത്താവൂ, മോളിക്കുലാർ മാസ് എടുക്കണം. മോളിക്കുലാർ മാസ് വാട്ടറിന് നിങ്ങൾക്കറിയാം 18U ആണ്. ഓക്കെ, 18U എന്ന് പറയുന്നത് യൂണിഫൈഡ് മാസ്. നമ്മളതിന് എന്തിലേക്ക് മാറ്റണം, ഗ്രാമിലേക്ക് മാറ്റുമ്പോൾ 18 ഗ്രാം വാട്ടർ എന്നാകും. 18 ഗ്രാം വാട്ടർ എന്ന് പറഞ്ഞാൽ ദാറ്റ് വിൽ ബി ഈക്വൽ ടു 1 മോൾ, ദാറ്റ് വിൽ ബി ഈക്വൽ ടു 6.02 ഇൻറ്റു 10⁻23 നമ്പർ ഓഫ്, ശ്രദ്ധിക്കണം, മോളിക്യൂൾ എന്ന് വരും. ആറ്റമല്ല മോളിക്യൂളാണ്. ഇതാണ് തമ്മിലുള്ള വ്യത്യാസം. അറ്റോമിക് മാസിലാണ് കണക്ക് ചെയ്യുന്നതെങ്കിൽ ആറ്റങ്ങളുടെ എണ്ണം കിട്ടുകയും മോളിക്കുലാർ മാസിലാണ് ചെയ്യുന്നതെങ്കിൽ മോളിക്യൂൾസ് എണ്ണം കിട്ടുകയും ചെയ്യും. ദാറ്റ് വിൽ ബി ഈക്വൽ ടു 22.4 ലിറ്റർ. അപ്പോൾ അറ്റോമിക് മാസ് ഗ്രാമിൽ പറഞ്ഞാൽ ഗ്രാം അറ്റോമിക് മാസ്, മോളിക്കുലാർ മാസ് ഗ്രാമിൽ പറഞ്ഞാൽ ഗ്രാം മോളിക്കുലാർ മാസ് അഥവാ മോളാർ മാസ് നമ്മൾ പറയാറുണ്ട്. മോളാർ വോളിയം ചോദിച്ചാൽ വോളിയം ഓഫ് 1 മോൾ ഓഫ് എ സബ്സ്റ്റൻസ്. ഓക്കെ, അപ്പോൾ ഇതിനെ ബേസ് ചെയ്ത് പ്രോബ്ലം ചോദിക്കും. 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിരിക്കും പ്രോബ്ലമായിട്ട് വരുന്നത്. 4 റിലേഷൻസ് ഉണ്ട്, ഏതെങ്കിലും രണ്ടെണ്ണം തമ്മിൽ ഇക്വേറ്റ് ചെയ്യുന്ന പ്രോബ്ലം ആയിരിക്കും ചോദിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ 2019 ജൂലൈയിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ഒന്ന് പറയാം. ഓക്കെ, ചോദിച്ചത് മാക്സിമം നമ്പർ ഓഫ് മോളിക്യൂൾസ് എവിടെ കാണപ്പെടുന്നുള്ളതാണ്. ഓപ്ഷൻസ് ഉണ്ടായിരുന്നു 1 ഗ്രാം നൈട്രജൻ, അതുപോലെ 1 ഗ്രാം H2O, അതുപോലെ 1 ഗ്രാം H2, അതുപോലെ 1 ഗ്രാം O2. ഇവിടെ എവിടെയാണ് മാക്സിമം നമ്പർ ഓഫ് മോളിക്യൂൾസ് കാണപ്പെടുന്നത്? അപ്പോൾ മോളിക്യൂൾസ് എന്ന് ചോദിക്കാൻ കാര്യം എന്താ, തന്നിരിക്കുന്നതെല്ലാം മോളിക്യൂളാണ്, അതുകൊണ്ടാണ് ചോദിച്ചത്. അപ്പോൾ 1 മാർക്കായിരുന്നു ചോദിച്ചത്. അപ്പോൾ സാധാരണഗതിയിൽ ഇത് ചെയ്യാനാണെങ്കിൽ നമുക്ക് ഇതുപോലെ പറഞ്ഞൊക്കെ ചെയ്യാനാണെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കുക. അപ്പോൾ ഒത്തിരി സമയം പോകും. പക്ഷേ കാര്യമില്ല, നമുക്കൊന്ന് പറഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞിട്ട് അങ്ങോട്ട് വരാം. ഇപ്പോൾ നൈട്രജൻ എടുക്കുക. ഞാൻ ഇതിനകത്ത് എത്ര മോളിക്യൂൾ, 1 ഗ്രാം നൈട്രജൻ എത്ര മോളിക്യൂൾ ഉണ്ടെന്ന് നോക്കാൻ പോവുക. അപ്പോൾ നൈട്രജൻ്റെ മോളിക്യൂൾ ആയതുകൊണ്ട് മോളിക്കുലാർ മാസ് എടുക്കാം. മോളിക്കുലാർ മാസ് ഓഫ് നൈട്രജൻ നിങ്ങൾക്കറിയാം എത്രയാണ്, 2 നൈട്രജൻ ആറ്റം ഉണ്ട്. 2 × 14 28U ആണ്. ഗ്രാമിൽ പറ, 28 ഗ്രാം നൈട്രജൻ എന്ന് പറഞ്ഞാൽ 1 മോൾ എന്നും അതിനകത്ത് 6.02 ഇൻറ്റു 10⁻23 നമ്പർ ഓഫ് എന്തുണ്ടെന്ന് മോളിക്യൂൾ ഉണ്ടെന്നും അതിനാവശ്യമായ വോളിയം 22.4 ലിറ്റർ ആണെന്ന് അറിയാം. ചോദ്യം എന്തൊക്കെ തമ്മിലാണ്, എന്ത് കണ്ടുപിടിക്കാനാ, മാക്സിമം നമ്പർ ഓഫ് മോളിക്യൂൾസ് കണ്ടുപിടിക്കാൻ. എന്തില്ല, മാസിനകത്ത് 1 ഗ്രാം നൈട്രജൻ എത്ര ഉണ്ട്. അപ്പോൾ തന്നിരിക്കുന്നത് മാസിൻ്റെ ടേം ടിക്ക് ചെയ്തു. കണ്ടുപിടിക്കേണ്ടത് മോളിക്യൂളിൻ്റെ ടേം ടിക്ക് ചെയ്തു. ഇത് ഇക്വേറ്റ് ചെയ്താൽ ആൻസറായി. എങ്ങനെ ഇക്വേറ്റ് ചെയ്യേണ്ടത്, കണ്ടുപിടിക്കേണ്ടത് എപ്പോഴും റൈറ്റ് സൈഡ് എഴുതണമെന്നേ ഉള്ളൂ. എളുപ്പമാർഗ്ഗം പറയുന്നതേ ഉള്ളൂ പ്രോബ്ലം ചെയ്യാനായിട്ട്. അപ്പോൾ നോക്കിക്കോളൂ, 28 ഗ്രാം. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് കണക്ട് ചെയ്യാം, നമുക്ക് 28 ഗ്രാം നൈട്രജനകത്ത് ഇത്രയും മോളിക്യൂൾസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 1 ഗ്രാം നൈട്രജൻ എത്ര ഉണ്ടെന്ന് നോക്കാം. 28 ഗ്രാം നൈട്രജൻ വിൽ ഗീവ് എത്രയാണ്, 6.02 ഇൻറ്റു 10⁻23 നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്നെടുക്കാമല്ലോ. അങ്ങനെയാണെങ്കിൽ 1 ഗ്രാം നൈട്രജനകത്ത് എനിക്ക് 6.02 ഇൻറ്റു 10⁻23 ഡിവൈഡ് ബൈ 28 എന്നല്ലേ. ഇതൊരു സിമ്പിൾ റിലേഷനാണ്, ഇത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട, കാരണം 1 മാർക്കിൻ്റെ ക്വസ്റ്റനാണ്. എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി നോക്കേ. അപ്പോൾ 1 ഗ്രാം സബ്സ്റ്റൻസിനകത്തുള്ള മോളിക്യൂളിൻ്റെ എണ്ണം കണ്ടുപിടിക്കാൻ, 1 ഗ്രാം സബ്സ്റ്റൻസ് മോളിക്യൂളിൻ്റെ എണ്ണം കണ്ടുപിടിക്കാൻ ഈ റിലേഷൻ ഒന്ന് കണക്ട് ചെയ്ത് നോക്കേ. മേളിൽ എഴുതിയിരിക്കുന്നത് അവഗാഡ്രോ നമ്പർ അല്ലയോ, താഴെ ഇരിക്കുന്നത് അതിൻ്റെ മോളിക്കുലാർ മാസ് അല്ലയോ. അപ്പോൾ ഇത് തമ്മിൽ കണക്ട് ചെയ്യാം. എല്ലായിടും അവഗാഡ്രോ നമ്പർ സെയിമാ. ആൾ മാറുമ്പോൾ എന്ത് മാറും, മോളിക്കുലാർ മാസ് മാറും. മോളിക്കുലാർ മാസ് കുറഞ്ഞെടുത്തല്ലേ കൂടുതൽ നമ്പർ ഓഫ് മോളിക്യൂൾസ്, കാരണം അത് ഡിനോമിനേറ്ററല്ല. അങ്ങനെയാണെങ്കിൽ നോക്കേ, N2ൻ്റെ മോളിക്കുലാർ മാസ് 28 ഗ്രാമാണ്, H2യുടേത് 18 ഗ്രാമാണ്, ഹൈഡ്രജൻ്റെത് 2 ഗ്രാം, ഓക്സിജൻ്റെതോ 32 ഗ്രാം. എവിടെയാണ് മാക്സിമം നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉള്ളത്, ഹൈഡ്രജനിലാണ്. ഓക്കെ, ഇങ്ങനെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ആ രീതിയിലുള്ള പ്രോബ്ലംസ് എല്ലാം നോക്കണം. പ്രീവിയസ് ക്വസ്റ്റ്യൻ എടുത്ത് വയ്ക്കുക, പ്രോബ്ലം ചെയ്ത് പഠിക്കുക. പിന്നെ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഡൗട്ടായിട്ട് വരാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ പ്രീവിയസ് ഇയറിൽ 2016 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. മാസ് ഓഫ് നമ്പർ ഓഫ് മോൾസ് പ്രസൻറ്റ് ഇൻ 0.55 മില്ലിഗ്രാം ഓഫ് ഇലക്ട്രോൺ. 0.55 മില്ലിഗ്രാം ഇലക്ട്രോണിൽ എത്ര മോൾ ഉണ്ടെന്നൊരു ക്വസ്റ്റ്യൻ ഒട്ടും ചോദിച്ചിരുന്നു. ഒരുപാട് ആൾക്കാരെ ഡൗട്ട് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ ഒന്ന് പറയാം. 0.55 മില്ലിഗ്രാം ഓഫ് ഇലക്ട്രോൺ, ഇതിൽ എത്ര നമ്പർ ഓഫ് മോൾസ് ഉണ്ടെന്നൊരു ക്വസ്റ്റ്യൻ ഒരു വട്ടം ചോദിച്ചിരുന്നു. അപ്പോൾ നോക്കിക്കോളൂ, മാസ് ഓഫ് 1 ഇലക്ട്രോൺ നിങ്ങൾക്കറിയാം. മാസ് ഓഫ് 1 ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ എത്ര, മാസ് ഓഫ് 1 ഇലക്ട്രോൺ 9.1 ഇൻറ്റു 10⁻28 ഗ്രാമാണ്. ചോദ്യം മില്ലിഗ്രാമിലാണ്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്നൊരു 3 കുറച്ച് 9.1 ഇൻറ്റു 10⁻25 മില്ലിഗ്രാം എടുത്താൽ മതി. ഓക്കെ, ഇനി
1 മോൾ ഓഫ് ഇതിൽ എത്ര മോൾ ഉണ്ടെന്നാണ് ചോദ്യം. അപ്പോൾ നമുക്കിതിന് എന്ത് ചെയ്യണം? മോളിക്കുലാർ മാസിലേക്ക് മാറണം. മോളിക്കുലാർ മാസിലേക്ക് മാറ്റാൻ മാസ് ഓഫ് 1 മോൾ ഓഫ് എ സബ്സ്റ്റൻസ് ഈസ് കാൾഡ് മോളിക്കുലാർ മാസ് എന്ന്. അപ്പോൾ ഇത് ഒരാളുടെ മാസ് ആണെങ്കിൽ 1 മോൾ ഇലക്ട്രോണിൻ്റെ മാസ് കണ്ടുപിടിക്കാം. അപ്പോൾ മാസ് ഓഫ് 1 മോൾ ഓഫ് ഇലക്ട്രോൺ കണ്ടുപിടിക്കാനായി നമ്മൾ എന്ത് ചെയ്താൽ മതി? 9.1 ഒരാളുടെ മാസിനെ അവഗാഡ്രോ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 6.02 × 10⁻23 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, കിട്ടുന്ന ആൻസർ 0.55 മില്ലിഗ്രാം എന്ന് പറഞ്ഞാൽ ഈ 0.55 മില്ലിഗ്രാം എന്ന് പറയുന്നത് എത്ര ഇലക്ട്രോണിൻ്റെ മാസ്സാണെന്ന് ചോദിച്ചാൽ 1 മോൾ ഇലക്ട്രോണിൻ്റെ മാസ്സാണെന്ന് അർത്ഥം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള പ്രോബ്ലംസൊക്കെ അത് ചോദിക്കാറുണ്ട്. അതെല്ലാം കണക്ട് ചെയ്ത് വേണം പഠിച്ചിട്ട് പോകാൻ. ഇനി വരുന്ന അടുത്ത ടോപ്പിക്ക് എംപിരിക്കൽ ആൻഡ് മോളിക്കുലാർ ഫോർമുല എന്ന് പറയുന്നൊരു സെക്ഷനാണ്. ഓക്കെ, അത് സാധാരണ ചോദിക്കുമ്പോൾ റിലേഷനായിട്ട് ചോദിക്കാറുണ്ട്, ഡെഫിനിഷനായിട്ട് ചോദിക്കാറുണ്ട്. പൊതുവിൽ ചോദിക്കുന്നത് 3 മാർക്കിൻ്റെ പ്രോബ്ലം. അത് 2 രീതിയിലാണ് പ്രോബ്ലം ചോദിക്കാറ്. നമുക്കൊന്ന് പറഞ്ഞു പോകാം. എംപിരിക്കൽ ആൻഡ് മോളിക്കുലാർ ഫോർമുല ഏറ്റവും എളുപ്പത്തിൽ പറയാൻ നിങ്ങൾക്ക് ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള മോളിക്യൂൾ ബെൻസീനാണ്. ബെൻസിൻ്റെ ഫോർമുല C6H6 എന്നാണ് അല്ലേ. ഈ C6H6 എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, ഇതിനെ നമ്മൾ എന്തെന്നാണ് വിളിക്കാറ്? മോളിക്കുലാർ ഫോർമുല എന്ന് പറഞ്ഞാൽ എന്തോ, ഒരു മോൾ ബെൻസീനിൽ, ഒരു മോളിക്യൂൾ ബെൻസീനിൽ 6 കാർബൺ ആറ്റവും 6 ഹൈഡ്രജൻ ആറ്റവും ഉണ്ടായിരിക്കണം. അപ്പോൾ ഒരാളുടെ ഫോർമുല അതിൻ്റെ ആക്ച്വൽ നമ്പർ ഓഫ് ആറ്റത്തിൽ റെപ്രസെൻറ്റ് ചെയ്താൽ മോളിക്കുലാർ ഫോർമുല എന്നും, അതിനെ ഞാൻ കട്ട് ചെയ്ത് സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോയിൽ പറയുകയാണെങ്കിൽ നമുക്കതിനെ എംപിരിക്കൽ ഫോർമുല എന്നും പറയാം. അപ്പോൾ സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോയിൽ ഒരു മോളിക്യൂൾ കാണപ്പെടുന്ന വ്യത്യസ്തമായ ആറ്റങ്ങളെ സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോയിൽ റെപ്രസെൻറ്റ് ചെയ്താൽ എംപിരിക്കൽ ഫോർമുല എന്നും, അതിൻ്റെ യഥാർത്ഥ എണ്ണം സൂചിപ്പിച്ചാൽ മോളിക്കുലാർ ഫോർമുല എന്നും പറയും. ഇവർ നമ്മളെ കണക്ഷൻ ചോദിക്കാറുണ്ട്. അപ്പോൾ മോളിക്കുലാർ ഫോർമുല കണ്ടുപിടിക്കണമെങ്കിൽ n × എംപിരിക്കൽ ഫോർമുല എന്നാണ്. n = നമുക്ക് ചെയ്യാൻ പറ്റും, n എന്ന് പറയുന്നത് മോളിക്കുലാർ മാസ് ഡിവൈഡഡ് ബൈ എംപിരിക്കൽ ഫോർമുല മാസ് എന്നാണ്. ഓക്കെ, ഇതിൻ്റെ പ്രോബ്ലം ചോദിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ 3 മാർക്കായിരിക്കും പ്രോബ്ലം ചോദിക്കുന്നത്. അപ്പോൾ പ്രോബ്ലം ചോദിക്കുന്ന സമയത്ത് പെർസെൻറ്റേജ് കോമ്പോസിഷനിലായിരിക്കും അവർ ക്വസ്റ്റ്യൻ ചോദിക്കാറ്. ഇപ്പോൾ കാർബണിൻ്റെയും ഹൈഡ്രജൻ്റെയും പെർസെൻറ്റേജ് കോമ്പോസിഷൻ ബേസ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും. ഓഫ് ചെയ്ത് ഓക്കെ, നെക്സ്റ്റ് അപ്പം ഇതിൻ്റെ പ്രോബ്ലം ചോദിക്കുമ്പോൾ പെർസെൻറ്റേജ് കോമ്പോസിഷൻ ആയിട്ടായിരിക്കും തരുന്നത്. അപ്പോൾ നമ്മൾ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് എളുപ്പത്തിൽ ചെയ്യാനായിട്ട് ഒരു ടേബിൾ കൺസ്ട്രക്ട് ചെയ്യുക. എലമെൻറ്റ് തരുന്ന പെർസെൻറ്റേജ് കോമ്പോസിഷൻ ഇതിനകത്ത് എഴുതാൻ പറ്റും. അറ്റോമിക് മാസ് എലമെൻറ്റിൻ്റെ നിങ്ങൾക്കറിയാം. അപ്പോൾ ഇത്രയും ടോപ്പിക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് നമുക്ക് എഴുതാൻ പറ്റുന്ന ടോപ്പിക്കുകളാണ്. എന്തൊക്കെയാണ്? എലമെൻറ്റ്, പെർസെൻറ്റേജ് കോമ്പോസിഷൻ, അറ്റോമിക് മാസ്. ഓക്കെ, ഇനിയുള്ളത് നമ്മൾ ചെയ്യുന്നതാണ്. ആദ്യം നിങ്ങൾ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കണം ഓരോ എലമെൻറ്റിൻ്റെ. അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ തന്നിരിക്കുന്ന പെർസെൻറ്റേജ് കോമ്പോസിഷനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുക? അറ്റോമിക് മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആ കോളം കംപ്ലീറ്റ് ആവും. നമ്പർ ഓഫ് മോൾസ് കഴിഞ്ഞാൽ പിന്നീട് വേണ്ടത് മോൾസ് റേഷ്യോ കണ്ടുപിടിക്കലാണ്. മോൾസ് റേഷ്യോ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഇവിടെ കിട്ടുന്ന നമ്പർ ഓഫ് മോൾസിൽ ഏതാണോ ചെറിയ നമ്പർ ഓഫ് മോൾസ് അതുകൊണ്ട് മറ്റുള്ളവരെല്ലാവരെയും ഡിവൈഡ് ചെയ്യുക. അത് കഴിഞ്ഞ് അതിൻ്റെ സിമ്പിൾ ഹോൾ നമ്പർ റെപ്രസെൻറ്റേഷനിലേക്ക് മാറ്റുക. ആകെ ശ്രദ്ധിക്കേണ്ട കാര്യം, മിക്കപ്പോഴും നമുക്ക് മോൾസ് റേഷ്യോ എടുക്കുമ്പോൾ 1, 1.2 എന്നൊക്കെ പറഞ്ഞ് കിട്ടും. ചില സമയത്ത് നമുക്കത് 1ഉം 1.5 എന്ന രൂപത്തിൽ വരാറുണ്ട്. അപ്പോൾ നമുക്കതിനെ സിമ്പിൾ ഹോൾ നമ്പർ ആക്കിയേ ചെയ്യാൻ പറ്റൂ. അതിന് നിങ്ങൾ സിമ്പിൾ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇപ്പോൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഈ 2ഉം ഇവിടെ 3ഉം ആകും. ഇത്തരം പ്രോബ്ലംസ് ടെക്സ്റ്റ് കിടപ്പുണ്ട്. അത് എക്സാമ്പിളായിട്ട് വരുന്നത് ഇപ്പോൾ Al2O3 എന്ന രൂപത്തിൽ വരാം. അതിന് സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ എടുക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം അതിൻ്റെ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കുമ്പോൾ മോൾ റേഷ്യോ കണ്ടുപിടിക്കുമ്പോൾ അത് ഫ്രാക്ഷനായിട്ടാണ് വരാറ്. അപ്പോൾ ഇങ്ങനെ ഫോർമുല വരാം. അതുപോലെ Fe2O3, അതുപോലെ ഒരു പ്രാവശ്യം ചോദിച്ച ക്വസ്റ്റ്യൻ, ജനറൽ ക്വസ്റ്റ്യൻ A2B3 ഇങ്ങനെയൊക്കെ വരും. ഇങ്ങനെയൊക്കെ വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതേപോലുള്ള നമ്പേഴ്സ് ഉപയോഗിച്ച് മൾട്ടിപ്ലൈ ചെയ്ത് ഹോൾ നമ്പർ ആക്കിയിട്ട് വേണം ഫോർമുല കണ്ടുപിടിക്കാൻ. ഇനി ഒരു പ്രാവശ്യം ഇത് സാധാരണഗതിയിൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യനാണ്. പെർസെൻറ്റേജ് എലമെൻറ്റ് നമുക്കറിയാം, പെർസെൻറ്റേജ് കോമ്പോസിഷൻ ക്വസ്റ്റ്യൻ തരും, അറ്റോമിക് മാസ് നിങ്ങൾക്കറിയാം. നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് എന്തൊക്കെയാണ്? നമ്പർ ഓഫ് മോൾസ്. അത് കണ്ടുപിടിക്കാൻ പെർസെൻറ്റേജ് കോമ്പോസിഷൻ അറ്റോമിക് മാസ് ഡിവൈഡ് ചെയ്യുക, മോൾസ് റേഷ്യോ കണ്ടുപിടിക്കുക, സിമ്പിൾ ഹോൾ നമ്പർ ആക്കി റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, ഇനി ആകെ ഒരു പ്രാവശ്യം ഇതിൽ നിന്ന് മാറി വ്യത്യസ്തമായൊരു ക്വസ്റ്റ്യൻ ചോദിച്ചത്, അവർ പെർസെൻറ്റേജ് കോമ്പോസിഷൻ ഇപ്പം 2 എലമെൻറ്റ്, എ എന്ന് പറയുന്ന എലമെൻറ്റും തരും, ബി എന്ന് പറയുന്ന എലമെൻറ്റ്. പെർസെൻറ്റേജ് കോമ്പോസിഷൻ, എയുടെ പെർസെൻറ്റേജ് കോമ്പോസിഷൻ 70%, ബിയുടെ പെർസെൻറ്റേജ് കോമ്പോസിഷൻ 30%. എന്നിട്ട് അവർ തന്നത് എന്താ? അവർ അറ്റോമിക് മാസ്, ഇപ്പോൾ എയും ബി എടുക്കുമ്പോൾ നമുക്ക് അറ്റോമിക് മാസ് എടുക്കാൻ പറ്റത്തില്ല. പകരം അവരെന്ത് ചെയ്തു എന്നറിയോ? അതിൻ്റെ നമ്പർ ഓഫ് മോൾസ് മുൻകൂട്ടി അങ്ങ് പറഞ്ഞു. ഒന്ന് 1.2ഉം ഒന്ന് 1.88ഉം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചും കൊണ്ട് കുട്ടികൾക്ക് അപ്പം സംശയമായി, അറ്റോമിക് മാസ് ഇല്ലല്ലോ, പിന്നെ എങ്ങനെ പ്രോബ്ലം ചെയ്യുന്നത്? എളുപ്പമാണ് ചെയ്യാൻ. പെർസെൻറ്റേജ് കോമ്പോസിഷൻ നമ്പർ ഓഫ് മോൾസ് അറിയാമെങ്കിൽ നമ്പർ ഓഫ് മോൾസ് = പെർസെൻറ്റേജ് കോമ്പോസിഷൻ ഡിവൈഡ് ബൈ എന്തെന്നാ? അറ്റോമിക് മാസ് എന്നാൽ. അതിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കണം? അറ്റോമിക് മാസം കണ്ടുപിടിച്ചാൽ മതി. അറ്റോമിക് മാസം കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യാം? നമുക്ക് പെർസെൻറ്റേജ് കോമ്പോസിഷനെ ഈ തന്നിരിക്കുന്ന നമ്പർ ഓഫ് മോൾസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഈ കോളം കിട്ടും.
അങ്ങനെയാണെങ്കിൽ ബാക്കി കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ രണ്ട് രീതിയിലുള്ള ചോദ്യം ചോദിക്കും. ഒന്ന് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, മറ്റൊന്ന് പെർസെൻറ്റേജ് കോമ്പോസിഷൻ നമ്പർ ഓഫ് മോൾസ് തരും. അപ്പോൾ അറ്റോമിക് മാസ് തന്നില്ല എന്ന് പറഞ്ഞ് ക്വസ്റ്റ്യൻ തെറ്റാണെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകരുത്. അറ്റോമിക് മാസ് കണ്ടുപിടിക്കാൻ അറിയണം. എങ്ങനെയാണ്? തന്നിരിക്കുന്ന നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ടു പെർസെൻറ്റേജ് കോമ്പോസിഷൻ ബൈ അറ്റോമിക് മാസ്, അത് വെച്ചുകൊണ്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന ഏരിയ പഠിച്ചുകൊണ്ട് പോകണം. 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ 3 മാർക്കിൻ്റെ പ്രോബ്ലമായിട്ട് ചോദിക്കുന്ന ഏരിയ ആണ്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് ലിമിറ്റിംഗ് റിയേജൻറ്റ്. ഓക്കെ, ഡെഫിനേഷൻ ചോദിക്കുക 1 മാർക്കിന് 3 മാർക്കിൻ്റെ പ്രോബ്ലം. കഴിഞ്ഞ ജൂലൈ 2019 ലിമിറ്റിംഗ് റിയേൻ്റെ പ്രോബ്ലം ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ആ പ്രോബ്ലം സംസാരിച്ച് പോകാം, ചർച്ച ചെയ്ത് പോകാം. നോക്കിയോളൂ, ലിമിറ്റിംഗ് റിയൻ. ഇത് ലിമിറ്റിംഗ് റിയൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഒരു റിയാക്ഷനിൽ പങ്കെടുക്കുമ്പോൾ 2 റിയാക്റ്റൻ്റ് ഉണ്ടെങ്കിൽ അത് ഏതെങ്കിലും ഒരു റിയാക്റ്റൻ്റെ അളവ് തീരെ കുറവാണെങ്കിൽ അയാൾ വിളിക്കുന്ന പേര് ലിമിറ്റിംഗ് റിയൻ്റ് എന്നാണ്. സിമ്പിളായിട്ട് പറഞ്ഞാൽ the reagent which is present in lesser amount is called limiting reagent എന്നാണ്. ഇതെങ്ങനെയാണ് കണ്ടെത്താൻ ചോദിച്ചാൽ 2 പ്രോബ്ലംസാണ്. ഒന്നുകിൽ ഐഡൻറ്റിഫൈ ദ ലിമിറ്റിംഗ് റിയൻ്റ് എന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. അതല്ലെങ്കിൽ ചോദിക്കുന്നത് കാൽക്കുലേറ്റ് ദ എമൗണ്ട് ഓഫ് പ്രോഡക്റ്റ് ഫോംഡ് എന്നാണ്. അപ്പോൾ 2 റിയാക്റ്റൻറ്റുകൾ തമ്മിൽ ചേർന്നൊരു പ്രോഡക്റ്റ് ഫോം ചെയ്യണമെങ്കിൽ ഏതാണോ ലിമിറ്റിംഗ് റിയൻ്റ് അത് തീർന്നു പോയാൽ ആ റിയാക്ഷൻ അങ്ങ് തീരും. അപ്പോൾ പ്രോഡക്റ്റിൻ്റെ അളവ് തീരുമാനിക്കുന്ന ആൾ ലിമിറ്റിംഗ് റിയേജൻ്റ് ആണ്. അപ്പോൾ കാൽക്കുലേറ്റ് ദ എമൗണ്ട് ഓഫ് പ്രോഡക്റ്റ് കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ ലിമിറ്റിംഗ് റിയേജൻറ്റ് കണ്ടെത്തിയിട്ടേ ചെയ്യാവൂ. അത് നോക്കിക്കോളൂ, ജൂലൈ 2019 ക്വസ്റ്റ്യൻ ചോദിച്ച ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ഓക്കെ, 500 ഗ്രാം ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഓക്കെ, അപ്പോൾ ചോദിച്ച ക്വസ്റ്റ്യൻ 500 ഗ്രാം നൈട്രജനും 200 ഗ്രാം ഹൈഡ്രജനും കൂടെ കമ്പൈൻ ചെയ്തു. അവർക്ക് എന്ത് ഫോം ചെയ്യും? സ്വാഭാവികമായും അമോണിയ ഫോം ചെയ്യും. ചോദ്യം ഇതൊക്കെയാണ്. 1, ഐഡൻറ്റിഫൈ ദ ലിമിറ്റിംഗ് റിയേജൻറ്റ്. 2, കാൽക്കുലേറ്റ് ദ എമൗണ്ട് ഓഫ് അമോണിയ ഫോംഡ്. അപ്പോൾ ലിമിറ്റിംഗ് റിയേജൻറ്റ് കണ്ടുപിടിക്കുന്ന മെത്തേഡ് നോക്കിക്കോളൂ. മാസിലാണ് ചോദ്യം തന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യം ഇതിൻ്റെ മാസിലുള്ള ബാലൻസ്ഡ് ഇക്വേഷൻ കണ്ടുപിടിക്കാം. N2 + 3H2 ഗിവിങ് 2NH3 എന്നാണ് അല്ലേ? ഇതിനകത്ത് നമുക്ക് വേണ്ടത് എന്തൊക്കെയാണ്? നൈട്രജൻ്റെ മാസ് അറിയാം, 28 ഗ്രാം വരും. ഹൈഡ്രജൻ മൊത്തം 6 ഗ്രാം വരും. ഇത് 34 അല്ലേ, 17 × 2 34 ഗ്രാം വരും. അപ്പോൾ ലിമിറ്റിംഗ് റിയേൻ്റെ ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ ആദ്യം ബാലൻസ്ഡ് ഇക്വേഷൻ എഴുതുക. എന്നിട്ട് റിയാക്റ്റൻറ്റുകൾ തമ്മിൽ ഇക്വേറ്റ് ചെയ്യണം. ഈ ഇക്വേഷൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ 28 ഗ്രാം നൈട്രജൻ്റെ കൂടെ 6 ഗ്രാം ഹൈഡ്രജൻ കമ്പൈൻ ചെയ്താൽ 34 ഗ്രാം അമോണിയ ഫോം ചെയ്യുന്ന. അങ്ങനെയാണെങ്കിൽ ഇത് തമ്മിൽ ഇക്വേറ്റ് ചെയ്യണം. അപ്പോഴേ നമുക്ക് ഏതാണ് കുറവുള്ള റിയേജൻറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം. 28 ഗ്രാം നൈട്രജൻ നീഡ്, സിമ്പിളായിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ കേട്ടോ. 6 ഗ്രാം ഹൈഡ്രജൻ എന്നാണ്. അപ്പോൾ സിമ്പിൾ കണക്കുകളാണ്. 1 ഗ്രാം നൈട്രജൻ എത്ര വേണമെന്ന് ചോദിച്ചാൽ 6/എത്ര 28 ഗ്രാം H2 വേണം. അങ്ങനെയാണെങ്കിൽ അവരെത്ര എടുത്തിരുന്നത്? 500 ഗ്രാം നൈട്രജനാണ് അവരുടെ കയ്യിലുള്ളത്. അങ്ങനെയാണെങ്കിൽ 6/28 × 500 ഗ്രാം എടുത്താൽ പോരെ? ആൻസർ 125 ഗ്രാം H2 ആണ് വരുന്നത്. ചോദ്യം നോക്കേ. അപ്പോൾ 200 ഗ്രാം N2 അല്ലേ, 500 ഗ്രാം നൈട്രജനും 200 ഗ്രാം H2 ഇല്ലേ തന്നിരുന്നത്. അപ്പോൾ 500 ഗ്രാം N2 എത്ര വരുന്നത്? 125 വരുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മളെ കയ്യിൽ എത്ര ഉണ്ട്? 200 ഗ്രാം. നമുക്ക് 125 ഗ്രാം മതിയായിരുന്നു, പക്ഷേ എത്ര ഉണ്ട്? 200 ഗ്രാം ഉണ്ട്. അതുകൊണ്ട് ഹൈഡ്രജൻ്റെ അളവ് കൂടുതലാണല്ലോ. സോ ഹൈഡ്രജൻ ഈസ് ദി എക്സസ് റിയേജൻറ്റ്. അങ്ങനെയാണെങ്കിൽ നൈട്രജൻ ഈസ് ദി ലിമിറ്റിംഗ് റിയേജൻറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഒന്ന് എക്സസ്, മറ്റൊന്ന് ലിമിറ്റിംഗ്. ഇനി എമൗണ്ട് ഓഫ് പ്രോഡക്റ്റ്. അപ്പോൾ ലിമിറ്റിംഗ് റിയേജൻറ്റ് കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ എമൗണ്ട് ഓഫ് പ്രോഡക്റ്റ് കണ്ടുപിടിക്കലാണ്. എമൗണ്ട് ഓഫ് പ്രോഡക്റ്റ് കണ്ടുപിടിക്കാൻ ഏതാണോ ലിമിറ്റിംഗ് റിയേജൻറ്റ് അതും പ്രോഡക്റ്റുമായിട്ട് ഇക്വേറ്റ് ചെയ്യണം. ഈ കേസിൽ ലിമിറ്റിംഗ് റേഞ്ച് നൈട്രജൻ, അവിടുത്തെ പ്രോഡക്റ്റ് അമോണിയ. അപ്പോൾ ഇവർ തമ്മിൽ ഇക്വേറ്റ് ചെയ്താൽ 28 ഗ്രാം അല്ലേ, 28 ഗ്രാം N2 പ്രൊഡ്യൂസ് എത്രയാണ്? 34 ഗ്രാം അമോണിയം. അതിൽ നിന്ന് 1 ഗ്രാം നൈട്രജൻ എത്ര പ്രൊഡ്യൂസ് ചെയ്യുന്നു? അങ്ങനെയാണെങ്കിൽ 500 ഗ്രാം എത്ര പ്രൊഡ്യൂസ് ചെയ്യുന്നു നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സിമ്പിൾ ടോപ്പിക്, ചെയ്യാൻ പറ്റും. 4 മാർക്കിൻ്റെ പ്രോബ്ലമായിട്ട് കയറി വരുന്നത്. ഓക്കെ, ഇനി വരുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് സ്റ്റോഷിയോമെട്രിക് കാൽക്കുലേഷൻസാണ്. സ്റ്റോഷിയോമെട്രിക് കാൽക്കുലേഷൻസ് എന്ന് പറയുമ്പോൾ ഒരു കെമിക്കൽ ഇക്വേഷൻ രൂപത്തിലായിരിക്കും ചോദിക്കുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നോക്കിക്കോളൂ. ഇത് amount of carbon dioxide produced when 200 gram calcium carbonate on heating. അപ്പോൾ കാൽസ്യം കാർബണേറ്റിൻ്റെ ഹീറ്റിംഗ് ചെയ്യുന്ന സമയത്ത് എത്ര ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു? ഒരു കെമിക്കൽ ഇക്വേഷൻ രൂപത്തിലാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 200 ഗ്രാം കാൽസ്യം കാർബണേറ്റ് ബേൺ ചെയ്താൽ എത്ര കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്യും എന്ന രീതിയിൽ ഒരു ഇക്വേഷൻ രൂപത്തിൽ ചോദിക്കുകയാണെങ്കിൽ അത് സ്റ്റോക്കിയോമെട്രിക് അഥവാ സ്റ്റോഷിയോമെട്രിക് കാൽക്കുലേഷൻസ് എന്നറിയപ്പെടുന്നത്. സിമ്പിളായിട്ട് പറഞ്ഞാൽ നിങ്ങൾ കാൽസ്യം കാർബണേറ്റ് എടുക്കുക, ഇക്വേഷൻസ് എഴുതി വയ്ക്കുക. കാൽസ്യം
ഓക്സൈഡ് പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ്. ഓക്കെ, ഇവിടെ ബാലൻസ്ഡ് രൂപത്തിലായിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ മാസ് കണക്ട് ചെയ്താൽ കാൽസ്യം 40, കാർബൺ 12, ഓക്സിജൻ 16 × 3 മൊത്തം കൂടെ കൂട്ടുമ്പോൾ 100 ഗ്രാം കാൽസ്യം കാർബണേറ്റ് വരും. എനിക്കിവിടെ കാൽസ്യം 40, ഓക്സിജൻ 16, 56 ഗ്രാം വരും. പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ് നിങ്ങൾക്കറിയാം 44 ഗ്രാം വരും. ചോദ്യം ആരൊക്കെ തമ്മിൽ കണക്ട് ചെയ്യേണ്ടത്? എത്ര ഗ്രാം 200 ഗ്രാം കാൽസ്യം കാർബണേറ്റ് ബേൺ ചെയ്താൽ എത്ര ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്യുന്നു? അപ്പോൾ ആരൊക്കെയാണ് ചോദ്യം, അവർ തമ്മിൽ കണക്ട് ചെയ്താൽ മതി. കാൽസ്യം കാർബണേറ്റും കാർബൺ ഡൈ ഓക്സൈഡും. ഈ ഇക്വേഷൻ എന്തോ മനസ്സിലാക്കുന്നത്? 100 ഗ്രാം കാൽസ്യം കാർബണേറ്റ് ബേൺ ചെയ്താൽ 44 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകും. അപ്പോൾ ഇക്വേറ്റ് ചെയ്യാം. 100 ഗ്രാം കാൽസ്യം കാർബണേറ്റ് വിൽ പ്രൊഡ്യൂസ് 44 ഗ്രാം CO2 എന്ന്. അങ്ങനെയാണെങ്കിൽ 1 ഗ്രാം കാൽസ്യം കാർബണേറ്റ് കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. അങ്ങനെയാണെങ്കിൽ 200 ഗ്രാമിന് ഇത് 44/100 × എത്ര? 200 എടുത്താൽ മതി. ഓക്കെ, സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലംസ് ആയിരിക്കും. അപ്പോൾ അത് ഒന്നുകിൽ പ്രോഡക്റ്റ് ബേസ് ചെയ്ത് ഉപയോഗിക്കാം, അല്ലെങ്കിൽ റിയാക്റ്റൻ്റ് ബേസ് ചെയ്ത് ഉപയോഗിക്കാം. അപ്പോൾ അങ്ങനെയുള്ള പ്രോബ്ലംസ് എല്ലാം ചെയ്യാൻ പഠിച്ചിട്ടുണ്ട് പോകാൻ നമ്മൾ ക്ലാസ്സിൽ പഠിക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ അതിന് ഒരു ടോപ്പിക് കൂടെ പറയാനുണ്ട്, കോൺസെൻട്രേഷൻ ഇൻ സൊല്യൂഷൻസ്. ഓക്കെ, ഇപ്പോൾ കോൺസെൻട്രേഷൻ ഇൻ സൊല്യൂഷൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ സെക്കൻഡറി വരുമ്പോൾ എൻ്റെ കണ്ടിന്യൂഷൻ പഠിക്കാനുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ചുരുങ്ങി കുറച്ച് കാര്യങ്ങളൊന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. ഒന്ന് മാസ് പെർസെൻറ്റേജ് എന്നൊരു ടോപ്പിക്ക് ചോദിക്കാറുണ്ട്. അതുപോലെ വോളിയം പെർസെൻറ്റേജ് വരാറുണ്ട്. അതുപോലെ മോൾ ഫ്രാക്ഷൻ എന്നൊരു ടേമുണ്ട്, മോൾ ഫ്രാക്ഷൻ. അതുപോലെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം മൊളാരിറ്റി എന്നൊരു ടേമുണ്ട്. അതുപോലെ മൊളാലിറ്റി എന്ന് നമുക്ക് പറയാം. അതുപോലെ നോർമാലിറ്റി എന്ന ടേം വരുന്നുണ്ട്. ഓക്കെ, അതുപോലെ PPM പാർട്സ് പെർ മില്യൺ എന്ന് പറയുന്നൊരു ടേം വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ 2, 4, 6, 7 ടേം. ഓക്കെ, പാർട്സ് പെർ മില്യൺ. ഇത്രയാണ് മെയിനായിട്ടുള്ളത്. അത് നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങളൊന്ന് മാസ് പെർസെൻറ്റേജ്. ഒരാളുടെ മാസ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ആരുടെ മാസ് പെർസെൻറ്റേജ് ആണോ ചോദിക്കുന്നത് അയാളുടെ മാസിനെ ടോട്ടൽ മാസം ഡിവൈഡ് ചെയ്യുക, കിട്ടുന്ന ആൻസർ പെർസെൻറ്റേജിൽ പറഞ്ഞിരിക്കുക. ഓക്കെ, വോളിയം പെർസെൻറ്റേജ് നിങ്ങൾക്ക് പഠിക്കാനില്ല. ദെൻ മോൾ ഫ്രാക്ഷൻ. ഓക്കെ, മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കാനായിട്ട് ചോദിക്കുന്നത്. അപ്പോൾ മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കണമെങ്കിൽ മോൾസ് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസിൻ്റെ റേഷ്യോ ആണ്. അപ്പോൾ മോൾ ഫ്രാക്ഷൻ നമ്മൾ കൈ എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. കൈ ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് ഈച്ച് കമ്പോണൻറ്റ്. ഓരോ കമ്പോണൻ്റെയും നമ്പർ ഓഫ് മോൾസിനെ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് കൊണ്ട് എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. ഓക്കെ, നമ്പർ ഓഫ് മോൾസ് എങ്ങനെ കണ്ടുപിടിക്കാം? നമ്പർ ഓഫ് മോൾസ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ടു തന്നിരിക്കുന്ന മാസിനെ, ഗിവൺ മാസിനെ നിങ്ങൾ അതിൻ്റെ അറ്റോമിക് അഥവാ മോളിക്കുലാർ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്പർ ഓഫ് മോൾസ് കിട്ടും. ആ നമ്പർ ഓഫ് മോൾസ് എടുത്ത് അതിൻ്റെ റേഷ്യോ എടുക്കുക. രണ്ടാൾക്കാരുടെ മോൾസ് റേഷ്യോ, മോൾ ഫ്രാക്ഷൻ റേഷ്യോ, ഇപ്പോൾ എയും ബിയും എടുത്താൽ കൈ എ പ്ലസ് കൈ ബി ഈസ് ഈക്വൽ ടു 1 എന്നാണ്. രണ്ട് പേരുടെ മോൾ റേഷ്യോ കമ്പൈൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ 1 ആയിരിക്കണം. അതുപോലെ ഇനിയിപ്പം കൈ എ പ്ലസ് കൈ ബി പ്ലസ് കൈ സി എന്ന് എടുത്താലോ അന്നൊരു എത്ര തന്നെ ആയിരിക്കും, അത് 1 ആയിരിക്കും. ഓക്കെ, ജസ്റ്റ് നോട്ട് ചെയ്തേക്കുക. ഇതൊന്ന് ചെയ്ത് പഠിച്ചേക്കാം. പിന്നെ വരുന്നത് മൊളാരിറ്റിയാണ്. മൊളാരിറ്റി എന്ന് പറഞ്ഞാൽ എന്തുവാ? മൊളാരിറ്റി എന്ന് പറഞ്ഞാൽ മൊളാരിറ്റി മീൻസ് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പ്രസൻറ്റ് ഇൻ 1 ലിറ്റർ ഓഫ് എ സൊല്യൂഷൻ. 1 ലിറ്റർ വെള്ളത്തിൽ കാണപ്പെടുന്ന നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ടിൻ്റെ അളവിന് വിളിക്കുന്ന പേര് മൊളാരിറ്റി. ഒരു കോൺസെൻട്രേഷൻ ടേമാണ്. അപ്പോൾ മൊളാരിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 1 മോളാർ എന്ന് നമ്മൾ പറയുക. 1 മോളാർ എന്ന് പറഞ്ഞാൽ എന്തോ എൻ്റെ മീനിങ്? 1 മോൾ സൊല്യൂട്ട് ഇൻ പ്രസൻറ്റ് ഇൻ എത്ര ലിറ്ററാണ്? 1 ലിറ്റർ ഓഫ് സൊല്യൂഷൻ എന്ന് കണക്കാം. ഓക്കെ, അപ്പോൾ 2 മോളാർ എന്തുവാ? 2 മോൾ സൊല്യൂട്ട് പ്രസൻറ്റ് ഇൻ 1 ലിറ്റർ ഓഫ് സൊല്യൂഷനാണ്. ഇത് കോൺസ്റ്റൻറ്റാണ്. ഓക്കെ, എടുക്കുന്ന സൊല്യൂഷൻ്റെ അളവ് എത്ര ലിറ്റർ? മൊത്തം 1 ലിറ്റർ ആകാവും. പക്ഷേ അതിലിരിക്കുന്ന നമ്പർ ഓഫ് മോൾസ് മാറുന്നതനുസരിച്ച് മൊളാരിറ്റി മാറിക്കൊണ്ടേയിരിക്കും. ഇതിൻ്റെ ബേസ് ചെയ്ത് പ്രോബ്ലം ചോദിക്കാറുണ്ട്. സ്ഥിരമായി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഇതാണ്. 5 ഗ്രാം NaOH എടുത്ത് 500 ml സൊല്യൂഷനാക്കി. അങ്ങനെയാണ് എൻ്റെ മൊളാരിറ്റി. ഏതാ? ടെക്സ്റ്റിലെ വർക്കൗട്ട് ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് തന്നെ ഇത് 2 വട്ടം ചോദിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ചെയ്യുന്നത്? ഒന്നുമില്ല, മൊളാരിറ്റി കണ്ടുപിടിക്കാൻ എന്തറിയണം? മൊളാരിറ്റി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പ്രസൻറ്റ് ഇൻ 1 ലിറ്റർ ഓഫ് സൊല്യൂഷൻ. അപ്പോൾ ആദ്യം മൊളാരിറ്റി ഇക്വേഷൻ എഴുതാം. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് വേണം. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ. ഓക്കെ, 500 ml എന്നുള്ളതിനെ ലിറ്റർ ആക്കാം. അപ്പോൾ ലിറ്റർ ആക്കാൻ എന്ത് ചെയ്യണം? 500 ഡിവൈഡ് ബൈ 1000 എടുക്കുമ്പോൾ അത് ലിറ്റർ കണക്കിൽ കിട്ടും. അതേപോലെ 5 ഗ്രാം NaOH ആണല്ലോ. NaOHൻ്റെ മോളിക്കുലാർ മാസ് 40 ഗ്രാം ആണെന്നറിയാം. തന്നിരിക്കുന്ന മാസ് 5 ഗ്രാം ആണ്. അപ്പോൾ 5 ഡിവൈഡ് ബൈ 40 എടുക്കുമ്പോൾ നമ്പർ ഓഫ് മോൾസ് ആയി. അപ്പോൾ ഇതിനകത്ത് കണക്ട് ചെയ്ത് കൊടുത്താൽ മൊളാരിറ്റി കിട്ടും. പിന്നെ മൊളാലിറ്റി എന്നൊരു ടേം വരാറുണ്ട്. മൊളാലിറ്റി എന്ന ടേം എന്ന് പറഞ്ഞാൽ എന്ത് ഉദ്ദേശിക്കുന്നത്? ഇത് തന്നെ കണക്ക് 1 മോൾ ഓഫ് സൊല്യൂട്ട് പ്രസൻറ്റ് ഇൻ മൊളാലിറ്റി ആകുമ്പോൾ അത് 1
കിലോഗ്രാം ഓഫ് സോൾവെൻറ്റിൽ വരുമെന്നേ ഉള്ളൂ. അപ്പോൾ വ്യത്യാസം എന്ത് വിവരമി? ഇത് 1 ലിറ്റർ സൊല്യൂഷനകത്താണ് എക്സ്പ്രസ് ചെയ്യുന്നതെങ്കിൽ ഇത് 1 കിലോഗ്രാം സോൾവെൻറ്റിൽ എക്സ്പ്രസ് ചെയ്യണം. നോർമാലിറ്റി നിങ്ങൾ സെക്കൻഡറി പഠിച്ചാൽ മതി. പാർട്സ് പെർ മില്യൺ. എപ്പോഴാണ് ഈ പാർട്സ് പെർ മില്യൺ ഉപയോഗിക്കുന്നത്? എല്ലാ സ്ഥലത്തും നമുക്ക് പാർട്സ് പെർ മില്യൺ ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ പൊല്യൂഷൻ നമ്മൾ പറയുക. അപ്പോൾ പൊല്യൂഷൻ പറയുമ്പോൾ വാട്ടറിനകത്തിരിക്കുന്ന ക്ലോറിൻ്റെ അളവ് നമ്മളിപ്പോൾ വീട്ടിലെ കിണർ വെള്ളത്തിൽ കിടക്കുന്ന ക്ലോറിൻ്റെ അളവ് നോക്കുമ്പോൾ അത് കിണർ വെള്ളത്തിൻ്റെ വോളിയമായിട്ട് നോക്കുമ്പോൾ അതിനകത്ത് കാണപ്പെടുന്ന ക്ലോറിൻ്റെ അളവ് തീരെ ചെറുതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ മൊളാലിറ്റി കണ്ടുപിടിക്കുമ്പോൾ കിട്ടുന്ന വാല്യൂ വളരെ ചെറുതായിരിക്കും. അതിനെ സിഗ്നിഫിക്കൻ്റ് ആക്കാൻ കിട്ടുന്ന വാല്യൂ ഇപ്പോൾ ഇവിടെ നോക്കേ മാസ് പെർസെൻറ്റ് എന്ന് പറയുമ്പോൾ ഇൻറ്റു 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് അതിനൊരു സിഗ്നിഫിക്കൻ്റ് ആക്കി മാറ്റുന്നു. അതുപോലെ ഇവിടെ നമ്മൾ 1 മില്യൺ 10⁶ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന പരിപാടിക്ക് വിളിക്കുന്ന പേര് പാർട്സ് പെർ മില്യൺ. അപ്പോൾ ഇത് എപ്പോഴും ഉപയോഗിക്കുന്നത് ചോദിച്ചിട്ടുണ്ട്. സൊല്യൂട്ടിൻ്റെ അളവ് തീരെ കുറവാണെങ്കിൽ നമ്മളതിൻ്റെ കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യുന്നത് പാർട്സ് പെർ മില്യണിലായിരിക്കും. പ്രോബ്ലം ചോദിക്കാറില്ല, ആ ടേം മാത്രം ചോദിക്കാറുണ്ട്. ഓക്കെ, അതായത് കിട്ടുന്ന ആൻസറിനെ എന്ത് ചെയ്യുക? ഇൻറ്റു 10⁻100 പകരം പെർസെൻറ്റേജിലാക്കുന്നതിന് പകരം മില്യണിൽ പറയുക. സോ ദാറ്റ് വിൽ ബി കാൾഡ് പാർട്സ് പെർ മില്യൺ. ഇത്രയാണ് അതിനകത്തുള്ള മെയിൻ ടോപ്പിക്കുകൾ. ഈ ടോപ്പിക്കുകളെല്ലാം നോക്കിക്കൊണ്ട് പോകണം. ഈ പ്രോബ്ലമൊക്കെ ഒന്ന് ചെയ്ത് പഠിച്ചിട്ട് വേണം പോകാൻ. പിന്നെ ഇതിനകത്തുനിന്ന് ചോദിക്കാൻ സാധ്യത ഉള്ളത് ഇപ്പം ഇത് മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ടേമാണ്, ഇത് വോളിയത്തെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഇയാൾ മാസിനെ ഡിപ്പെൻഡ് ചെയ്താണ് കണ്ടുപിടിക്കുന്നത്. ഇത് വോളിയം ഡിപ്പെൻഡ് ചെയ്യുന്ന ആളാണ്, ഇത് മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആളാണ്. ഇത് വോളിയം, ഇത് മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആളാണ്. നമുക്കറിയാം മാസും വോളിയവും ടെമ്പറേച്ചർ തമ്മിൽ ബന്ധമുണ്ട്, മാസും ടെമ്പറേച്ചറും ബന്ധമില്ല. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ ചോദിക്കും ടെമ്പറേച്ചർ ഡിപ്പെൻഡൻറ്റ് കോൺസെൻട്രേഷൻ ടേം ഏതൊക്കെയാണ്? ടെമ്പറേച്ചർ ഡിപ്പെൻഡ് ഏതൊക്കെയാണ്? വോളിയം പെർസെൻറ്റേജ് പറയാം, മൊളാരിറ്റി പറയാം, അതുപോലെ ഏതാ നിങ്ങൾക്ക് നോർമാലിറ്റി പറയാം. ഇനി ടെമ്പറേച്ചർ ഇൻഡിപെൻഡൻറ്റ് ടേം ഏതൊക്കെയാണ്? മാസ് പെർസെൻറ്റേജ് പറയാം, മോൾ ഫ്രാക്ഷൻ പറയാം, അതുപോലെ മൊളാലിറ്റി പറയാം, പാർട്സ് പെർ മില്യൺ പറയാം. ഇനി ചിലപ്പോൾ ചോദിക്കും മൊളാലിറ്റി ആണോ ബെറ്റർ ക്വാണ്ടിറ്റി എന്ന് ചോദിച്ചാൽ ആൻസർ മൊളാലിറ്റി. കാരണം എന്താ? ഇപ്പോൾ ഞാൻ 1 മോളാർ സൊല്യൂഷൻ ഉണ്ടാക്കി വെച്ചാൽ രാവിലെ ഉണ്ടാക്കി വെക്കുമ്പോൾ ഉണ്ടാകുന്ന ടെമ്പറേച്ചർ ആയിരിക്കത്തില്ല ഉച്ചയ്ക്ക്. അപ്പോൾ ടെമ്പറേച്ചർ ചെറിയ വേരിയേഷൻ വരുമ്പോൾ തീർച്ചയായിട്ടും കോൺസെൻട്രേഷനിൽ വ്യത്യാസം വരാം. അതുകൊണ്ട് മൊളാലിറ്റി ടെമ്പറേച്ചർ ഡിപ്പെൻഡൻ്റാണ്, പക്ഷേ മൊളാലിറ്റി ടെമ്പറേച്ചർ ഡിപ്പെൻഡൻ്റ് അല്ല. അതുകൊണ്ട് നല്ല ടൈം ഏതാ? മൊളാലിറ്റി. പക്ഷേ ഏതാ എളുപ്പം ബെറ്റർ മെത്തേഡ് ഏതാ അല്ലെങ്കിൽ കൺവീനിയൻറ്റ് മെത്തേഡ് ഏതാണെന്ന് ചോദിച്ചാൽ അത് മൊളാലിറ്റിയാണ്. കാരണം ലാബിൽ നിർമ്മിക്കാൻ എളുപ്പം മൊളാലിറ്റിയാണ്. കാര്യം എന്താ? ഒരു ലിറ്റർ ഒരു മോൾ സൊല്യൂട്ട് അങ്ങോട്ട് എടുത്തിടുക, വെള്ളം ഒഴിച്ച് 1 ലിറ്റർ ആക്കുക, അത്രയേ ഉള്ളൂ ഒരു മോളാറാക്കുള്ള എളുപ്പം. ഓക്കെ, അപ്പോൾ ഇത്രയും ടോപ്പിക്കുകൾ ഏതൊക്കെയാണ്? ഒന്ന് ലാസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ, അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ലാ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ, മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ എക്സാമ്പിൾ. അത് കഴിഞ്ഞ് 1 നെയിം എന്തുവാ, അത് കഴിഞ്ഞ് മോൾ കൺസെപ്റ്റ് അതിൻ്റെ പ്രോബ്ലംസ് 2 മാർക്കിൻ്റെ പ്രോബ്ലമേ ചോദിക്കൂ. അത് കഴിഞ്ഞ് ലിമിറ്റിംഗ് റിയേജൻറ്റ്, അത് കൺസെപ്റ്റിന് 1 മാർക്ക്, 3 മാർക്കിൻ്റെ പ്രോബ്ലം. ഓക്കെ, അത് വലിയ ക്വസ്റ്റ്യൻ ചോദിക്കത്തില്ല, ഒന്നുകിൽ അമോണിയ അല്ലെങ്കിൽ വാട്ടർ, ഇതാണ് പൊതുവിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. പിന്നെ ഒരു പ്രാവശ്യം സൾഫർ ഡൈ ഓക്സൈഡിൻ്റെ ക്വസ്റ്റ്യൻ SO2 MO2 നമ്മൾ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് നോക്കിക്കോളാം. പിന്നെ വരുന്നത് എംപിരിക്കൽ ആൻഡ് മോളിക്കുലാർ ഫോർമുല, അതിനകത്ത് ഡെഫിനിഷൻ ചോദിക്കാം, റിലേഷൻ ചോദിക്കാം. പ്രോബ്ലം 2 രീതിയിൽ ചോദിക്കാറുണ്ട്. മോളിക്കുലാർ ഫോർമുലയുടെ എംപിരിക്കൽ ഫോർമുലയുടെ പ്രോബ്ലം ചോദിച്ചാൽ അത് 3 മാർക്കിൻ്റെ പ്രോബ്ലം ആയിരിക്കും ചോദിക്കുന്നത്. ഓക്കെ, അത് ആ ടേബിൾ എഴുതി ചെയ്താൽ മതി, ടെക്സ്റ്റിനകത്തുണ്ട്, നിങ്ങൾ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. പിന്നെ വരുന്നത് കോൺസെൻട്രേഷനകത്തുനിന്ന് മൊളാരിറ്റി, മോൾ ഫ്രാക്ഷനൊക്കെ നോക്കിയാൽ മതി, പാർട്സ് പെർ മില്യൺ, വലുതായിട്ട് നോക്കണമെന്നില്ല. ഓക്കെ, ഇത്രയാണ് ആ ഫസ്റ്റ് ചാപ്റ്റർ. അപ്പോൾ ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്ത് ഫസ്റ്റ് ചാപ്റ്റർ പഠിക്കുക. ഓക്കെ.